അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോണ സന്തോഷത്തിലാണ് ഞാൻ. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ബോഡി പാസ് കൊടുത്ത് എമിഗ്രേഷനും കഴിഞ്ഞ് വരുമ്പോഴാണ് സന്തോഷമാണത്. സ്മിത ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോണേ. ആ സന്തോഷം അവളുടെ മുഖത്ത് തന്നെ കാണാം. തിരുവനന്തപുരം ടൗൺ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് സ്മിത. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാത്രിയായിപ്പോയി, അല്ലെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പുള്ളിക്കാരി ഫോണൊക്കെ എടുത്ത് വിൻഡോ സീറ്റ് കിട്ടിയപ്പോൾ ആ സന്തോഷത്തിൽ ഇരുന്ന് വീഡിയോ ഒക്കെ പിടിച്ചിരിക്കുകയാണ്. മക്കളെ കാണിക്കണമെന്നുകൊണ്ടാണ് വീഡിയോ ഒക്കെ പിടിക്കുന്നത് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഇതുപോലൊരു യാത്ര ചെയ്യാനൊരു അവസരം തന്ന കോയിനോക്ക് ഫിനാൻഷ്യൽ LLC കമ്പനി ദുബായ്, അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളതിലത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു ചാൻസ് കിട്ടി, വളരെ സന്തോഷം. ഫ്രീ ആയിട്ട് പോകാനും താമസവും ഭക്ഷണവും എല്ലാം കമ്പനി വക, വളരെ സന്തോഷം. ഏകദേശം 12:10 ഫ്ലൈറ്റ് എടുത്തു. പിന്നെ ഒരു ഉറക്കമൊക്കെ ഇറങ്ങി കഴിഞ്ഞ നേരം ഏകദേശം വെളുത്തിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ സമയം ഇങ്ങനെ മാറാൻ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റിയില്ല എത്ര മണിക്കാണ് അവിടെ ഇറങ്ങിയെന്നുള്ള സത്യം. നമ്മുടെ നാട്ടിലെ സമയമായിട്ട് ഒരു 2.5 മണിക്കൂറത്തെ വ്യത്യാസമുണ്ട് ഇവിടുത്തെ സമയം. അങ്ങനെ ഞങ്ങൾ കോലാലംപൂർ എയർപോർട്ടിലേക്ക് എത്തുകയാണ്. അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ് കേട്ടോ അത്. പിന്നെ ഇവിടുത്തെ എമിഗ്രേഷനൊക്കെ ഇത്തിരി മോശമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ 300ഓളം പേരുണ്ടായിരുന്നു മലേഷ്യൻ ട്രിപ്പിൽ കേട്ടോ. 7 ബസ്സാണ് കമ്പനി ഞങ്ങൾക്ക് വേണ്ടി ഇട്ടിരുന്നത്. അതിൽ എല്ലാ വണ്ടിയിലും ഓരോ ഗൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ നാട്ടുകാരാണെങ്കിലും അത്യാവശ്യം തമിഴൊക്കെ അറിയാവുന്നവരാണ്. കാരണം വർഷങ്ങളായിട്ട് തമിഴ്നാട്ടുകാർ അവിടെ കുടിയേറി പാർത്ത് അവരുടെ തലമുറകളാണ്. അതുകൊണ്ട് തമിഴൊക്കെ അത്യാവശ്യം അറിയാം. ഇംഗ്ലീഷും കൂടുതലാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇതുപോലെ കരിമ്പന ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ചെന്നത് ഹോട്ടലിലേക്കാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. എല്ലാവരും നല്ല വിശപ്പിലാണ്. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നെങ്കിലും നല്ല വലിയൊരു ഹോട്ടലാണ്. പിന്നെ നല്ല വിശപ്പിലായതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി മലേഷ്യയിലെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ പോലെയാണ്. വളരെ ഭംഗിയുള്ള സ്ഥലം, എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ചെക്ക് ഇൻ 3 മണിക്ക് ശേഷമാണുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോകാനായിട്ടുള്ള പ്ലാനാണ്. ഇവിടുത്തെ ആകാശത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലായിടത്തും ചെടികളൊക്കെ നട്ടുപിടിച്ച് പൂവൊക്കെ ആയിട്ട് നിൽക്കണുണ്ടോ, എന്ത് ഭംഗിയെന്ന് നോക്കി. നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ഇറന്നു വരും. സത്യം പറഞ്ഞാൽ കണ്ടോട്ട് കൊതിയാവുന്നു, അത്ര ഭംഗിയാണ്. ഞങ്ങൾ പോയത് പുട്ടർജയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ ഞങ്ങളെ കാണിച്ചു തരണ്ടായിട്ടോ. ഓരോ സ്ഥലത്തുമ്പോഴും ഗൈഡ് വിശദമായിട്ട് എല്ലാം വിവരിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം പറയേണ്ടത് ഇവിടുത്തെ ഡ്രൈവിംഗ് ആണ് കേട്ടോ. റോഡ് നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചാണ് ഓരോരുത്തരും വണ്ടി ഓടിക്കുന്നത്. ബൈക്കുകളാണെങ്കിലും കാറുകളാണെങ്കിലും. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് പ്രധാനമന്ത്രി ഓഫീസ്. ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ മോസ്ക്. ഞങ്ങൾ ചെന്ന ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കാരണം വണ്ടി നിർത്താനുള്ള സൗകര്യമൊന്നും അവിടെ ഇല്ല. പാർക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞങ്ങളവിടെ ഇറങ്ങിയില്ല. അതിലെ സർക്കിൾ ചെയ്ത് ഇങ്ങനെ പോരുകയാണ് ചെയ്തത്. വളരെ മനോഹരമായി കിടക്കുന്ന പള്ളി. കുറേ ആളുകൾ അവിടെ ഇറങ്ങി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു നാടാണ് മലേഷ്യ. ബ്രിട്ടീഷുകാർ അവരെയും ഭരിച്ചതാണ്, നമ്മളെയും ഭരിച്ചതാണ്. പക്ഷേ ആ രാജ്യം എത്ര കണ്ട് മുന്നേറിയെന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തി പോകും. ടൂറിസത്തിൻ്റെ കാര്യത്തിലാവട്ടെ, വ്യവസായത്തിൻ്റെ കാര്യത്തിലാവട്ടെ ഒരുപാട് മുന്നിലാണ് ഈ രാജ്യം. ഒരു നാൾ നമ്മുടെ നാട് ഇതുപോലെയൊക്കെ ആവും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.